അമേരിക്കയുടെ F-35 ഇന്ത്യ വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ ചില വാർത്തകൾ വന്നുവെങ്കിലും F-35 തുടർച്ചയായിട്ട് തകർന്നു വീഴുന്നതും ഇപ്പോഴും ആ പ്രോജക്റ്റ് പൂർത്തിയാകാത്തതും കാരണം ഇന്ത്യ അത് വാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് മാത്രവുമല്ല, നമുക്കറിയാം ഈ തുർക്കിയെ F-35 പ്രോഗ്രാമിൽ നിന്ന് അമേരിക്ക മാറ്റുന്നത് S-400 റഷ്യയിൽ നിന്ന് വാങ്ങിയതുകൊണ്ടാണ്. ഇന്ത്യയും S-400 വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അമേരിക്ക റിസ്ക് എടുത്ത് F-35 ഇന്ത്യക്ക് നൽകാൻ സാധ്യതയില്ല. ഇന്ത്യക്ക് ഇനി ഒരു 4.5 ജനറേഷനിൽ വരുന്ന ഒരു എയർക്രാഫ്റ്റ് ആവശ്യമില്ല. അങ്ങനെ അഥവാ വേണമെങ്കിൽ തന്നെ നമ്മൾ താരതമ്യേന മികച്ച എയർക്രാഫ്റ്റുകളായിട്ടുള്ള ഫ്രഞ്ച് നിർമ്മിത റഫേൽ യുദ്ധവിമാനങ്ങൾ തന്നെയാവും വാങ്ങുക. കാരണം ഇത് പല പല എയർക്രാഫ്റ്റുകൾ പല പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്കിത് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഇതിന് പ്രത്യേകം പരിശീലനങ്ങൾ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു പ്രോസസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് ഇനി ഒരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഫ്രാൻസിന്റെ റഫേൽ തന്നെ വാങ്ങുള്ളൂ. പിന്നെ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ തേജസ് യുദ്ധവിമാനവും ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിന്റെ മാർക്ക് 2 വെർഷൻ വൈകാതെ പുറത്തിറങ്ങും. അതുപോലെ നമ്മുടെ AMCA പ്രോജക്റ്റും ഉടനെ തന്നെ അതിന്റെ പരീക്ഷണ പറക്കൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതീവ രഹസ്യമായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ നമുക്കിപ്പോൾ തൽക്കാലം ഈ AMCA പ്രോജക്റ്റ് അതിന്റെ പ്രൊഡക്ഷൻ ലെവലിലേക്ക് എത്താൻ 2030 ശേഷമേ ഒരു മാസ് പ്രൊഡക്ഷൻ സാധ്യമാകൂ എന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ ഈ ടൈം വരെയും നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു 5ാം തലമുറ യുദ്ധവിമാനം വേണം. അതിന് ഏത് വാങ്ങാം? ഇപ്പൊ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ചൈനയുടെ J-20 ഉണ്ട്, പിന്നെ ചൈനയുടെ ഒരു J-31 35 ഉണ്ടെന്ന് പറയുന്നു. നമ്മൾ എന്തായാലും അത് കണ്ടിട്ടില്ല. 6ാം തലമുറയൊക്കെ ഉണ്ടെന്ന് പറയുന്ന അല്ലാതെ ആരും കണ്ടിട്ടൊന്നുമില്ല. അത് ഊഹങ്ങൾ മാത്രമാണ്. ചൈന ഇന്നുവരെ അത് നിർമ്മിച്ചിട്ടൊന്നുമില്ല. അതിന്റെ ഒരു പരീക്ഷണ പറക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് 100% വിശ്വാസയോഗ്യമൊന്നുമല്ല. അത് ചൈന പോലും അവകാശപ്പെടുന്നുമില്ല അവരിത് 6ാം തലമുറ നിർമ്മിച്ചു എന്ന്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല. എന്നാൽ ചൈനയുടെ കയ്യിൽ J-20 ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ അത് നമുക്ക് വാങ്ങാൻ പറ്റില്ല. നമുക്കിതൊക്കെ വേണ്ടത് തന്നെ ചൈനയെ പ്രതിരോധിക്കാനാണ്. അപ്പോൾ ചൈനയുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തായാലും വാങ്ങില്ല. പിന്നെ ഉള്ളത് അമേരിക്കയാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു F-35ന്റെ കാര്യം. F-22 റാപ്റ്റർ അമേരിക്കയുടെ കയ്യിലുണ്ട്. അത് ഇസ്രായേലിന് പോലും അവർ കൊടുത്തിട്ടില്ല, ഇനിയിട്ട് ആർക്കും കൊടുക്കാനും പോകുന്നില്ല. അപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല. പിന്നെ 5ാം തലമുറ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ കയ്യിലാണ്. റഷ്യയുടെ Su-57 ഇത് ഒരു മികച്ച 5ാം തലമുറ യുദ്ധവിമാനമാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. കാരണം ഈ ഒരു യുദ്ധവിമാനത്തിന്റെ പല പ്രകടനങ്ങളും നമ്മൾ യുക്രൈൻ യുദ്ധത്തിലടക്കം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് ഇന്ത്യക്ക് വാങ്ങാൻ പറ്റുന്ന നിലയിലുള്ള ഒരു യുദ്ധവിമാനമാണെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. നമുക്ക് ചില താരതമ്യങ്ങൾ നടത്തി നോക്കാം. ഒന്ന്, ഇതിന്റെ യൂണിറ്റ് കോസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം. Su-57ന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ഏകദേശം 40 മില്യൺ മുതൽ 60 മില്യൺ US$ വരെയാണ്. ഇതേ സ്ഥാനത്ത് ചൈനയുടെ J-20ക്ക് 110 മുതൽ 120 മില്യൺ US$ ആണ് കോസ്റ്റ് വരുന്നത്. അമേരിക്കയുടെ F-22 റാപ്റ്ററിന് 150 മില്യൺ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ F-35 ലൈറ്റ്നിങ് 2വിന് 80 മില്യൺ കോസ്റ്റും വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കോസ്റ്റിന്റെ കാര്യത്തിൽ ഏറ്റവും കുറവ് വരുന്നത് Su-57 ആണ്, റഷ്യയുടേത്. സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു തർക്കമുള്ളത് ഈ Su-57ന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി F-35 അതുപോലെ F-22 താരതമ്യപ്പെടുത്തുമ്പോൾ അല്പം കുറവാണ്. സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ലിമിറ്റഡ് ആണ് എന്ന് ഒരു ആക്ഷേപമുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്റ്റെൽത്തിന്റെ കാര്യത്തിൽ അത് ഡിസൈനിങ് ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ റഡാർ അബ്സർവന്റ് മെറ്റീരിയൽസിന്റെ കാര്യത്തിലാണെങ്കിലും തീർച്ചയായിട്ടും F-22 ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. പക്ഷേ F-35 ഒക്കെ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഈവൻ F-22 പോലും തകർന്നു വീണിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധവിമാനങ്ങളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. F-22 മികച്ചത് തന്നെയാണ്, പക്ഷേ എങ്കിലും അതിന്റെ പെർഫോമൻസ് ഒന്നും നമ്മൾ അങ്ങനെ ഒരുപാട് കണ്ടിട്ടുമില്ല. F-35 ആണെങ്കിൽ ഈ അടുത്തിടെ കൂടി ഒരെണ്ണം തകർന്നു വീണതാണ്. J-20യുടെ കാര്യമാണെങ്കിൽ അത് ഒരു സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിൽ അത്ര മികച്ചതാണ് എന്ന് അഭിപ്രായം പൊതുവെ വിദഗ്ധർക്കിടയിൽ ഇല്ല. ഇനി സ്പീഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Su-57ന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് Mach 2 ആണ്. Mach 2 തന്നെയാണ് J-20യുടെ സ്പീഡ്. Mach 2.2 ആണ് F-22ന്റെ സ്പീഡ്. F-35ന്റെ സ്പീഡ് വന്നിട്ട് Mach 1.6 ആണ്. അപ്പോൾ F-35നേക്കാളും വേഗത Su-57 ഉണ്ട്. J-20ക്കും അതുപോലെ F-22നും ഒക്കെ ഏതാണ്ട് ഒരേ വേഗത തന്നെയാണ്. സൂപ്പർ ക്രൂയിസിന്റെ കാര്യത്തിലും Su-57 മികച്ചതാണ് F-35നേക്കാളും. J-20ക്ക് സൂപ്പർ ക്രൂയിസ് ഫെസിലിറ്റി ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചൈനയുടെ എയർക്രാഫ്റ്റിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സും അത് തന്നെയാണ്. എന്നാൽ F-22 ഉണ്ട്, അത് Mach 1.8ഉം F-35 Mach 1.2 ആണ്. അത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ F-35നേക്കാൾ ഫാർ ബെറ്റർ ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ Su-57 എന്ന് പറയുന്നത്. ഇനി റേഞ്ചിന്റെ കാര്യം എടുത്താൽ 5000 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉണ്ടെന്നാണ് Su-57 അവകാശപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞത് 4000 കിലോമീറ്റർ എങ്കിലും ഉണ്ടാകും. J-20യുടേത് 3000-ന് മുകളിലും
F-22 2960 F-35 2220 റേഞ്ച്. അങ്ങനെ നോക്കുമ്പോൾ റേഞ്ചിന്റെ കാര്യത്തിലും Su-57 ആണ് ഏറെ മുമ്പിൽ നിൽക്കുന്നത്. എഞ്ചിൻ ത്രസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ F-22 Su-57 ഏതാണ്ട് തുല്യമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണെന്ന് പറയാം. മാക്സിമം ആയുധങ്ങൾ ലോഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എടുത്താലും ഈ കൂട്ടത്തിൽ മുമ്പൻ എന്ന് പറയുന്നത് Su-57 ആണ്. 12,000 കിലോഗ്രാം ആണ് അതിന്റെ മാക്സിമം വെപ്പൺ ലോഡ് എന്ന് പറയുന്നത്. J-20ക്ക് 10,000 മുതൽ 11,000 കിലോഗ്രാമും F-22ന് 8,200 കിലോഗ്രാമും F-35ന് 8,100 കിലോഗ്രാമുമാണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ടുള്ള മേൽക്കൈ Su-57 ഉണ്ട്. Su-57 എന്ന് പറയുന്നത് ഒരു മൾട്ടി റോൾ കാപ്പബിലിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറുകളാണ് അതിന്റെ പ്രത്യേകത. ആകെ പറയുന്ന ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് അത് ലെസ് സ്റ്റെൽത്തി ആയിട്ടുള്ള ഒന്നാണെന്നാണ്. അത് 100% നമുക്ക് അതിനെ അംഗീകരിക്കാനും പറ്റില്ല. അത് US വെർഷൻ ആണ്. സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി കുറവാണ് എന്നുള്ളത് 100% അത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ചില പോരായ്മകൾ Su-57 ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പരിഹരിച്ചിട്ടാണ് പുതിയ രീതിയിൽ അതിനെ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് എന്തൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും F-35 ലൈറ്റ്നിങ് 2വിനേക്കാൾ Su-57 കുറച്ച് ബെറ്റർ ആണ് എന്ന് കാണാൻ സാധിക്കും. J-20യേക്കാൾ ഫാർ ബെറ്റർ ആണെന്ന് കാണാൻ സാധിക്കും. F-22 റാപ്റ്ററിനോട് കിടപിടിക്കുന്ന ഒരു 5ാം തലമുറ യുദ്ധവിമാനമാണ് Su-57. എന്നാൽ റേറ്റ് നോക്കുകയാണെങ്കിൽ, കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കോസ്റ്റ് കുറവും Su-57 ആണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്ത്യ ഒന്നും നോക്കാതെ ഇത് വാങ്ങണമെന്നുള്ളതാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നമ്മൾ റഷ്യൻ എയർക്രാഫ്റ്റുകൾ യൂസ് ചെയ്യുന്ന രാജ്യമാണ്. എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ പൈലറ്റിന് എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാർ ധാരാളം നമുക്കുണ്ട്. നമുക്ക് ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇന്ത്യയിലുണ്ട്. റഷ്യയുമായിട്ട് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഈ എയർക്രാഫ്റ്റുകളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ടെക്നോളജീസ് ഇന്ത്യക്ക് ആവശ്യമാണെങ്കിൽ ഈ കരാറിന്റെ മറവിൽ അതും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇന്ത്യ Su-57 വാങ്ങുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. കാരണം ഇനിയിപ്പോൾ F-22 US നൽകാമെന്ന് പറഞ്ഞാൽ പോലും ഒരു ചാൻസും ഇല്ല. പക്ഷെ പറഞ്ഞാൽ പോലും തീർച്ചയായും അത് 100% നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റില്ല. അതിന്റെ ഒരു കീ അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഈ ഒരു സാധനം വർക്ക് ചെയ്യണമെങ്കിൽ അമേരിക്ക കൂടി വിചാരിക്കണം. അതാണ് അമേരിക്കൻ ആയുധങ്ങളുടെ പ്രത്യേകത. പ്രത്യേകിച്ച് ഇത്തരം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആയുധങ്ങൾ അത് US അങ്ങനെ ചുമ്മാ അങ്ങ് തരില്ല. ഇപ്പൊ റഷ്യ മുമ്പൊരിക്കൽ പറഞ്ഞത് കില്ലർ സ്വിച്ച് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ്. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്കെതിരെ തിരിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ, അമേരിക്കൻ നയങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ഈ ഒരു സാധനം വർക്കാവത്തില്ല. ഇതിനെ അവർക്ക് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഉണ്ടായിരിക്കുന്ന ഒരു ആക്ഷേപം. അത് സാധ്യമാണ് ഇന്നത്തെ കാലത്ത്. കാരണം സാറ്റലൈറ്റുകളുടെ സഹായത്തോടെയും പല രീതിയിലും ഇതെല്ലാം തന്നെ ഇന്ന് വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് സാറ്റലൈറ്റുകളുടെ കൂടി സഹായത്തോടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ തന്നെ നിയന്ത്രിക്കാൻ US കഴിയും. അത്തരമൊരു ടെക്നോളജി എന്തായാലും അവർ ഇതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാക്കി വെച്ചിട്ടേ ഇതൊക്കെ വിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി നമുക്ക് ഗുണമെന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണ്. തീർച്ചയായിട്ടും റഷ്യൻ എയർക്രാഫ്റ്റുകളേക്കാൾ ഒരു പടി മുകളിലായിരിക്കും അമേരിക്കൻ എയർക്രാഫ്റ്റുകൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് F-22, F-35 നമുക്ക് വിടാം. F-22 എന്തായാലും ഒരു പടി മുകളിലാണെന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും. US അത്രയും കണ്ണുമടച്ച് വിശ്വസിക്കാനും പറ്റില്ല. എന്നാൽ റഷ്യയുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് അത്രയും ട്രസ്റ്റ് ഉള്ള ഒരു റിലേഷനാണ്. റഷ്യ ഒരിക്കലും ചതിക്കില്ല എന്ന ബോധ്യം നമുക്കുണ്ട്. റഷ്യക്ക് നമ്മളെയും നമുക്ക് റഷ്യയും വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങി തൽക്കാലം നമ്മുടെ 5ാം തലമുറ യുദ്ധവിമാനം എന്ന ആവശ്യം Su-57 നിറവേറ്റുകയും ഇതേ സമയത്ത് തന്നെ നമ്മുടെ AMCA പ്രോജക്റ്റ് വേഗത്തിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തം 5ാം തലമുറ 6ാം തലമുറ യുദ്ധവിമാനം പുറത്തിറക്കിക്കൊണ്ട് മത്സരത്തിൽ നമ്മുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്കിത് മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് നോക്കുകയാണെങ്കിലും ഇത് വാങ്ങാനുള്ള പണച്ചെലവ് നോക്കുകയാണെങ്കിലും ഒരു J-20 വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് 2 Su-57 വാങ്ങാം. അതുപോലെ തന്നെ ഏതാണ്ട് 2 നമുക്ക് Su-57 ഒരു F-35 വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് വാങ്ങാം. മാത്രമല്ല നമ്മളും റഷ്യയും തമ്മിൽ ഒരുപാട് മേഖലകളിൽ സഹകരിച്ച് വർക്ക് ചെയ്യുന്നതുണ്ട്. ഡിഫൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഇത് ഗുണം ചെയ്യാനാണ് സാധ്യത. ഇന്ത്യ ഗവൺമെന്റ് ഇക്കാര്യം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് സൂചന. ഇതിന്റെ ഒരു തെളിവായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന എക്സ്പോയിൽ US അവരുടെ എയർക്രാഫ്റ്റുകളെ പിൻവലിച്ചിരിക്കുകയാണ്. പിന്നീട് ഇപ്പോൾ പറയുന്നത് അത് ജസ്റ്റ് അതിനെ പ്രദർശിപ്പിക്കും, പക്ഷെ അതിന്റെ പറക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പെർഫോമൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ്. എന്നാൽ റഷ്യ പങ്കെടുക്കുന്നുണ്ട്. Su-57 പങ്കെടുക്കുന്നുണ്ട്. F-35 F-22 ഒക്കെ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറി എന്നാണ് സൂചന.
അപ്പോൾ എന്തായാലും ഇന്ത്യ കൂടുതൽ ചിലപ്പോൾ Su-57 തിരഞ്ഞെടുക്കാനായിരിക്കും സാധ്യത. അങ്ങനെയെങ്കിൽ അത് 100% ഒരു നല്ല തീരുമാനമാണ്. കാരണം യുഎസിനെ നമുക്ക് ടെക്നോളജിയുടെ കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരത് മികച്ചതൊക്കെയാണ്, പക്ഷെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എന്തായാലും ഇക്കാര്യത്തിലുള്ള പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.